നമസ്കാരം. ഇന്ന് ദ്വാദശിയാണ്. വളരെ വിശേഷപ്പെട്ടതായ ദിവസമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതായ ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം ഭഗവാനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം ആലിലക്കണ്ണനാണ്, രണ്ടാമത്തേതായ ചിത്രം വെണ്ണക്കണ്ണനാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റ് നാമങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യത്തെ ചിത്രമായ ആലിലക്കണ്ണനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളിലും സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവർത്തികളിൽ അത് പ്രതിഫലിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ തന്നെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഭഗവാന്റെ അനുഗ്രഹത്താൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. കുടുംബത്തിന്റെ അഭിവൃദ്ധി ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. സൽസന്താന ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വിദേശ യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ ദൂരദേശത്തേക്കുള്ള യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന ഈ സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ അശ്രദ്ധയാൽ വീഴ്ചകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ചില കാര്യങ്ങളിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നതാകുന്നു. ചില വ്യക്തികളെ വിശ്വസിച്ച് ചിന്തിക്കാതെ ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് വരാം. എന്നാൽ ഭഗവാനായി തന്നെ ചില മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് നൽകുന്നതുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി ആര് തന്നെ പറഞ്ഞാലും ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഭഗവാൻ നൽകുന്നതായ ആ സൂചനകൾ മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളിലും പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരാകുവാനോ അല്ലെങ്കിൽ ചില വ്യക്തികളാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളാണ് എങ്കിൽ ഒഴിവാക്കി മുന്നോട്ട് പോവുക. വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം ഏത് കാര്യവും തീരുമാനിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വന്നു ചേരുന്നതായ മാറ്റമാകാം. അതിനാൽ തന്നെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ അനുകൂലമായി തീരാം. പെട്ടെന്നൊരു മാറ്റം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനാൽ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറഞ്ഞിരിക്കുന്നതായ സൗഭാഗ്യങ്ങൾ പോലും തെളിയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വലിയ നഷ്ടങ്ങൾ സംഭവിക്കാതെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ബുദ്ധി വൈഭവം നിങ്ങൾക്കുണ്ട്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. മുൻപത്തെ പല കാര്യങ്ങളും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത്തരം ചിന്തകൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാകുന്നു. കാരണം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതായ അവസരങ്ങൾ തന്നെയാണ് ഇത്. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ. കൂടാതെ ഈ സമയം കൃത്യമായ ഉപദേശം മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുവാൻ സാധ്യത കുറവാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോവുക.
ഏതെങ്കിലും സമയത്ത് ആത്മധൈര്യം കുറയുക അല്ലെങ്കിൽ ധൈര്യം നഷ്ടപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുകയും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ആത്മധൈര്യം വർദ്ധിക്കുകയും വിശ്വാസം വർദ്ധിക്കുകയും മുന്നോട്ട് പോകുവാനുള്ള ഊർജം ലഭിക്കുകയും ചെയ്യാം. സ്വന്തമായി തന്നെ ഏത് കാര്യവും വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയങ്ങൾ വന്നു ചേരും. സംസാരങ്ങളാൽ പല വ്യക്തികളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രതികൂലമായ കാര്യങ്ങൾ പോലും അനുകൂലമാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഭാവിയെക്കുറിച്ച് അധികം ടെൻഷൻ വേണ്ട എന്ന കാര്യം ഓർക്കുക. കാരണം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ ഗുണാനുഭവങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. ഈശ്വരാനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത് പല കാര്യങ്ങളിലും പ്രകടമാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കണം എന്നില്ല. അതായത് താൽക്കാലികമായ ഫലങ്ങൾ മാത്രമാണ് ഇത്. ഭാവിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. സാമ്പത്തികപരമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കാരണം പല ബന്ധങ്ങളും വളരെയധികം ദോഷകരമായി ഭവിക്കുന്നു. തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്ത് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. ഇഷ്ടദേവതയെ ഈ സമയം ആരാധിക്കുന്നതിനോടൊപ്പം ഭഗവാനെ കൂടി നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. പല കാര്യങ്ങളിലും അനുഭവിക്കുന്നതായ ആ ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. ശത്രുദോഷങ്ങൾ പിന്തുടർന്നു വരുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. മറ്റുള്ളവരെ വിശ്വസിച്ച് പല കാര്യങ്ങളും തുറന്ന് പറയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വന്നു ചേരാൻ പോകുന്നതായ ചില അവസരങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് ഇപ്പോൾ പറയേണ്ടതില്ല എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനോ ധനനഷ്ടത്തിനോ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനോ കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ആരെയും അമിതമായി വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത് നിങ്ങൾക്ക് തിരിച്ചടികൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. ഏതൊരു കാര്യത്തിനും സമയം നൽകി നിങ്ങൾ മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതായത് എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ഭഗവാൻ നൽകുന്നതായ ഏതൊരു മുന്നറിയിപ്പും നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏത് കാര്യത്തിലും ശ്രദ്ധ പുലർത്തുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നഷ്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോഴുള്ള തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാൻ അല്ലെങ്കിൽ ഫലപ്രദമായി തന്നെ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഴയ പോലെ തന്നെ പല കാര്യങ്ങളിലും തിരിച്ചു വരുവാനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഈ സമയം ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോവുക. ചില അവസരങ്ങളിൽ ചില തിരിച്ചടികൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അതിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം. ഏത് കാര്യത്തിന് ഇറങ്ങുകയാണ് എങ്കിലും തടസ്സങ്ങൾ സംഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ. അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വ്യക്തികളിൽ നിന്നും ചതി പ്രതീക്ഷിക്കാം എങ്കിൽ പോലും അത് ഫലപ്രദമായി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഭഗവാൻ നൽകുന്നതായ സൂചനകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങൾ തീർച്ചയായും
ഇഷ്ടദേവതയെ ആരാധിക്കുന്നതിനോടൊപ്പം ഭഗവാനെ കൂടി ആരാധിച്ച് മുന്നോട്ട് പോവുക. സമയം ചെല്ലും തോറും നിങ്ങൾക്ക് പ്രതികൂലമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. അത്തരം സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അതിനാൽ മുൻവിധിയോടെ ഒരു കാര്യത്തെയും സമീപിക്കാതിരിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അമിതമായി ശ്രദ്ധ പുലർത്തുകയോ അമിതമായി കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരും. കാരണം ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനും ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അർഹിക്കുന്നതായ പരിഗണന നിങ്ങൾക്ക് ലഭിക്കാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ അനുകൂലമായി തീരും.